പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി മത്തായി സുവിശേഷം 11 അധ്യായം 28-29 വാക്യങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. 28 വാക്യത്തിലും 29 ആശ്വാസം എന്ന വാക്ക് കാണുന്നു. ഒന്ന്, നമുക്കുണ്ടാകുന്ന പ്രവൃത്തികളിൽ നിന്നുള്ള ഒരു സ്വസ്ഥത. ഐ വിൽ ഗീവ് യു റെസ്റ്റ്. 29 വാക്യത്തിൽ പ്രാണന് ഉള്ള സ്വസ്ഥത. 2 സ്ഥലത്തും ഇവിടെ ആശ്വാസം എന്നാണ് പറയുന്നത്. യു വിൽ ഫൈൻഡ് റെസ്റ്റ് ഫോർ യുവർ സോൾസ്. പ്രാണന്, ദേഹിക്ക് ഉള്ള ആശ്വാസം. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ചുറ്റുപാട്, നമ്മുടെ ഈ ലോകം അസ്വസ്ഥതകൾ കൊണ്ട് നിറഞ്ഞ ഒരു ലോകമാണ്. അപ്രകാരമുള്ള ജീവിത സാഹചര്യത്തിലാണ് നാം കഴിയുന്നത്. എന്നാൽ നമ്മുടെ കർത്താവ് നമുക്ക് നൽകുന്ന വലിയൊരു പ്രോമിസ്, വാഗ്ദാനം, അത് സ്വസ്ഥതയുടെ ഒരു വാഗ്ദത്തമാണ്. അധ്വാനിക്കുന്ന എല്ലാവരും യേശുവിൻ്റെ അടുക്കൽ വരണം. കാരണം പാപത്തിന് വലിയൊരു പാപഭാരമേറുന്ന മനുഷ്യൻ, അവൻ്റെ അധ്വാനവും പരിശ്രമവും കഠിന പ്രയത്നങ്ങളും രക്ഷയ്ക്കായിട്ടുള്ളതോ മോക്ഷത്തിനായിട്ടുള്ളതോ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനായിട്ടുള്ളതോ ഭാവിയുടെ സുരക്ഷിതത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങളോ എന്തുമാകട്ടെ, ദൈവം മുമ്പാകെ യേശുവിൻ്റെ അടുക്കൽ വരുവാൻ കഴിയുന്നെങ്കിൽ കർത്താവ് നൽകുന്ന ഒരാശ്വാസത്തെക്കുറിച്ചാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. എൻ്റെ അടുക്കൽ എന്നുള്ള പദം നാം കണ്ടു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, വിശ്വാസത്തിൻ്റെ സ്ഥാനം ഒരു സഭയോ വിശ്വാസ പ്രമാണമോ പുരോഹിതനോ അല്ല. പ്രത്യേക ജീവിക്കുന്ന ക്രിസ്തുവാണ്. നമ്മുടെ രക്ഷ ഒരു വ്യക്തിയിലാണ്. ക്രിസ്തുവിലുള്ളവർ ആ രക്ഷയുടെ പ്രവൃത്തിയുടെ ഫലം പൂർണ്ണമായി ശരീരത്തിലും പ്രാണനിലും അനുഭവിക്കണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. വരിക എന്നുള്ള പദം നാം കണ്ടു കഴിഞ്ഞു. വരിക മാത്രം പോരാ, വിശ്വസിക്കുക, സ്വീകരിക്കുക, ഏറ്റുപറയുക, കർത്താവിനെ അറിയുക, അവനെ അനുഭവിക്കുക, ക്രിസ്തു വാതിലൂടെ കടക്കുക, വാതിൽ തുറക്കുക, നിത്യജീവനെ പ്രാപിക്കുക, യേശുവിനെ ഭക്ഷിക്കുക, പാനം ചെയ്യുക, അവനുള്ളതെല്ലാം സൗജന്യമായി സ്വീകരിക്കുക. ആദ്യമായിട്ടുള്ള അർത്ഥങ്ങളൊക്കെ നമുക്ക് അവൻ്റെ അടുക്കൽ വരുവീ എന്നുള്ള പദം കൊണ്ട് വന്ന് കാണുക, അനുഭവിച്ച് അവനെ പ്രാപിക്കുക എന്നുള്ള ആശയത്തിൽ നമുക്ക് യേശുവിൽ കൂടിയുള്ള എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്ന കർത്താവിൻ്റെ ഒരു വലിയ സാന്നിധ്യം. യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, ഇതൊരു പുതിയ ശബത്തിൻ്റെ നിറവേറലാണ്. പുതിയ നിയമ ശബത്ത് എന്നത് ആഴ്ചയിൽ ഒരു ദിവസം ലഭിക്കുന്ന ശരീരത്തിനുള്ള വിശ്രമമല്ല. അത് യേശു നൽകുന്ന ആന്തരികമായ സ്വസ്ഥതയാണ്. തങ്ങൾ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ക്ഷീണിതരുമാണെന്ന് കണ്ടെത്തുകയും സമ്മതിക്കുകയും തൻ്റെ അടുക്കൽ വരികയും ചെയ്യുന്നവർക്കാണ് യേശു ഈ വാഗ്ദത്തം നൽകിയിരിക്കുന്നത്. നാം ഒരിക്കലും അസ്വസ്ഥരും ക്ഷീണിച്ചവരും തളർന്നവരുമായി ഇരിക്കണമെന്ന് ക്രിസ്തു ആഗ്രഹിക്കുന്നില്ല. അത് ദൈവത്തിന് ഇഷ്ടവുമല്ല. നാം ഒരു ദിവസത്തിന് 24 മണിക്കൂറും ഒരാഴ്ചയുടെ 7 ദിവസവും ഒരു വർഷത്തിലെ 52 ആഴ്ചയും സ്വസ്ഥതയിലായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പലപ്പോഴും പ്രിയമുള്ള അപ്രകാരമുള്ളൊരു സ്വസ്ഥതയിലേക്ക് എത്തിച്ചേരുവാൻ എന്തുകൊണ്ടോ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ പരാജയമാണ്. കർത്താവ് ഇപ്പോഴും നമ്മളെ വിളിക്കുകയാണ്. അവൻ്റെ അടുക്കൽ നാം ചെല്ലുക, അവനോട് പഠിക്കുക. ക്രിസ്തു നമ്മുടെ ഗുരുവാണ്. അവൻ നമ്മെ പഠിപ്പിക്കും. അവൻ എന്തെല്ലാം ഉണ്ടോ അത് നമ്മളിലേക്ക് പകർന്നു നൽകുന്നു. അവിടെ നാം അവനെ അനുഭവിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ കർത്താവ് നൽകുന്ന സ്വാതന്ത്ര്യം, കർത്താവ് നൽകുന്ന സ്വസ്ഥത, കർത്താവ് നൽകുന്ന പുതുജീവൻ, കർത്താവ് നൽകുന്ന സമ്പൂർണ്ണമായ രക്ഷ. ആ സ്വാതന്ത്ര്യത്തിൽ ജയമുണ്ട്. പ്രിയമുള്ളവരെ, അപ്രകാരമുള്ള സാക്ഷാൽ സ്വാതന്ത്ര്യം, അവിടെ അടിമത്തങ്ങൾ അവസാനിക്കുന്നു, നുകങ്ങൾ മാറുന്നു, ഭാരങ്ങൾ ഇല്ലാതാകുന്നു. അവിടെ നാം കഷ്ടങ്ങളെ സാരമില്ലെന്ന് എണ്ണുവാൻ പ്രാപ്തരാകുന്നു. അവിടെ നമ്മുടെ വിഷമതകളും ആകുലതകളും സങ്കടങ്ങളും ഇല്ലായ്മകളും പോരായ്മകളും നാം അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ സങ്കീർണമായ സാഹചര്യങ്ങൾ അവിടെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ട് എനിക്ക് നിങ്ങൾക്കും സമ്മാനിക്കുന്നത് സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനമാണ്, ആശ്വാസമാണ്. അവിടെ നാം അനുഭവിക്കുന്നത് സൗഖ്യമാണ്, ജീവനാണ്, ജയമാണ്. ആ ജീവന്റെ വെളിച്ചത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അവിടെ ഭയം മാറുകയാണ്, ഇരുട്ട് നീങ്ങിപ്പോകുകയാണ്, മരണം പരാജയപ്പെടുകയാണ്. അവിടെ നിങ്ങൾ ക്രിസ്തുമായി ജീവിക്കുകയാണ്. അകലങ്ങളില്ലാത്ത, ദൂരങ്ങളില്ലാത്ത, ഭാരങ്ങളില്ലാത്ത ഒരു ആത്മീയ ജീവിതം. അവിടെ പുത്രത്വത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾ ആസ്വദിക്കുകയാണ്. എല്ലാ അടിമച്ചങ്ങലുകളെയും കഴുത്തിൽ വിശക നുഖങ്ങളെയും പൊട്ടിച്ചും എടുത്തു മാറ്റിക്കൊണ്ട് നിങ്ങൾ അവിടെ ക്രിസ്തുവുമായി ഒന്നിച്ച് ഉല്ലസിച്ച് ആനന്ദിക്കുകയാണ്. ആ സ്നേഹം, ആ കൂട്ടായ്മ, ആ ബന്ധം, അതിൽ നിന്ന് വേർപിരിക്കുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും വ്യക്തിക്കും ഒരു വിഷയത്തിനും ഒരു സാഹചര്യങ്ങൾക്കും കഴിയത്തില്ല. ഇതാണ് പ്രിയമുള്ളവരെ കർത്താവ് നൽകുന്ന ഈ വലിയ സ്വസ്ഥത. നാം അത് അനുഭവിക്കണം. ഇളകി മറിയുന്ന കടൽ പോലെ
ആടി ഉലയുന്ന വൃക്ഷം പോലെ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകുമാറ്, നാം തകർന്ന് വീഴുമാറ്, നിൽക്കാൻ കഴിയാതെ നിലംപരഞ്ഞായി വീണുപോകുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്നു. നമുക്ക് ക്രിസ്തുവിൽ ആഴത്തിൽ വേരൂന്നുവാൻ കഴിയാതെ, ക്രിസ്തുവിൽ ആശ്രയിക്കുവാൻ കഴിയാതെ, ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെടുവാൻ കഴിയാതെ, ക്രിസ്തുവിന്റെ ജീവനിൽ നാം നിലനിൽക്കാതെ നമ്മുടെ സ്വയത്തിന്റെ മാനുഷികമായ അധ്വാനങ്ങളുടെ, പ്രയത്നങ്ങളുടെ, കഠിനമായ ജീവിത വ്രതങ്ങളുടെ ഇതിവൃത്തത്തിൽ നാം കിടന്ന് കറങ്ങിയാണോ, അതോ പ്രിയമുള്ളവർ ഓരോ നിമിഷവും ഓരോ സെക്കൻഡും യേശു നൽകുന്ന ആശ്വാസം ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒക്കെ അനുഭവിക്കുവാൻ നമുക്ക് കഴിയും. നാം അത് അനുഭവിച്ചു തുടങ്ങുമ്പോൾ അധ്വാനങ്ങൾ, അതിൻ്റെ പ്രയത്നങ്ങൾ എല്ലാം ആയാസരഹിതമായി മാറുന്നു. അവിടെ നമ്മുടെ കണ്ണുനീരും വിയർപ്പും എല്ലാം അവസാനിക്കുന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. നാം ക്രിസ്തുവിൽ ആശ്രയിക്കുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നമ്മെ നടത്തുന്നു, പ്രാണനെ തണുപ്പിക്കുന്നു. സ്വസ്ഥത അനുഭവിച്ചില്ലെങ്കിൽ പ്രിയമുള്ളവരെ, അതൊരു വലിയ അസഹനീയമായ അരോചകമായ ജീവിതാനുഭവമാണ്. പലരും ആത്മീയ അനുഭവങ്ങളിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും അസ്വസ്ഥരാണ്. ആകുലങ്ങളും വ്യാകുലങ്ങളും ആദിയും വ്യാധിയും ഭയവും ആശങ്കയും ഇതെല്ലാം സമ്മേളിക്കുന്ന ഒരു യുദ്ധക്കളമായി മനസ്സ് മാറുമ്പോൾ ഇന്നത്തെ ചിന്ത നമ്മെ ഓടി യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാൻ, അവിടെ നമ്മുടെ കഴുത്തിൽ നിന്ന് നുകം എടുത്തു മാറ്റി, നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മെ പിടിച്ച് മുറുക്കിയിരിക്കുന്ന ചുമക്കുന്ന പാണ്ടക്കെട്ടുകൾ എടുത്തു മാറ്റി ഇന്ന് കർത്താവ് നിങ്ങൾക്ക് സമാധാനം നൽകുന്നു. ആ സമാധാനം നിങ്ങൾ ആത്മാവിൽ അനുഭവിക്കുന്നു, പ്രാണനിൽ. അവിടെയാണ് മനസ്സ്, ചിന്ത, ഇച്ഛ, വികാരം, നമ്മുടെ മൈൻഡ്, ദേഹി എന്ന് പറയുന്നത്. അവിടെയാണ് പ്രിയമുള്ളവരെ ഒരു ആന്തരികമായ സൗഖ്യം ആവശ്യം. ഇന്ന് അപ്രകാരമുള്ള വെല്ലുവിളികൾ, കോളിളക്കങ്ങൾ, വലിയ ആരവാരങ്ങൾ അവസാനിക്കട്ടെ. ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ മേൽ ഒഴുകിയിറങ്ങട്ടെ. കർത്താവ് നൽകുന്ന സ്വസ്ഥത നിമിഷം തോറും അനുഭവിക്കുവാൻ കർത്താവ് നമുക്ക് പ്രാപ്തി നൽകട്ടെ. ഈ വചനങ്ങൾ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു.